ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഇപ്പോൾ ഓണമൊക്കെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ളൊരു കുക്കർ സാമ്പാർ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കഷ്ണങ്ങളെല്ലാം എടുത്ത് വെക്കണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും എടുക്കാം സാമ്പാറിൽ അങ്ങനെ ഇന്നതൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട്. പരിപ്പിൻ്റെ മേലിലേക്കാണ് ബാക്കിയുള്ള കഷ്ണങ്ങൾ, ചേന പോലുള്ള വേവുന്ന കഷ്ണങ്ങൾ ആദ്യം. അതിന് ബാക്കി ലാസ്റ്റ് നമ്മൾ തക്കാളി, ഉള്ളിയും മുളകും കൂടിയാണ് നമ്മൾ മേലിലിട്ട്. വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അത് ലാസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ വഴറ്റി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കാം. അത് ഒരൊറ്റ വിസിലേ നമ്മൾ അടുപ്പിക്കുന്നുള്ളൂ. അതിലേക്ക് വേണ്ട പുളി നമുക്ക് എടുത്ത് വെക്കാം. ആവശ്യത്തിനുള്ള പുളി, അതായത് എന്തോരം പുളി വേണമെന്നുള്ളത് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനുള്ള പുളി നമുക്ക് എടുത്ത് വെക്കാം. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി വേണ്ടത് കടുക് പൊട്ടിക്കാനുള്ള കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയാണ് വേണ്ടത്. അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കാം. കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം. വിസിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത് തുറക്കാനാവുമ്പോഴേ നമ്മൾ അത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെക്കാവൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് വിസിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വിട്ടിട്ടുണ്ട്. കടുക് ഇനി നല്ല രീതിയിൽ പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടുക് പൊട്ടിക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം ആഡ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ മൂത്ത് വരണം. അത് കരിഞ്ഞു പോകരുത്, പക്ഷെ എന്നാലും നല്ലോണം മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കാം. വെണ്ടയ്ക്കും നല്ലോണം വഴണ്ട് വരണം. ഓൾറെഡി ഒരു വഴുവഴുപ്പുള്ളതാണ്, അപ്പോൾ അത് നല്ല രീതിയിൽ വഴണ്ട് വരണം. അപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങാക്കോലും കൂടെ ചേർത്ത് കൊടുക്കുക. അതും നല്ലോണം വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കിയത് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം. 2 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സാമ്പാർ പൗഡറാണ്. അതും ഒരു 2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് തന്നെ നമുക്ക് കായം കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ടിനകത്തോട്ട് ഇട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അത് നല്ലോണം കൈവിടാതെ ഇളക്കി കൊടുക്കുക. കാരണം അത് കരിഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ തീയും കുറയ്ക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം കൂടെ അരിച്ചിങ്ങനെ ചേർക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അതൊന്ന് നല്ലോണം തിളയ്ക്കണം. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി തിള വരുന്നതിന് മുന്നേ നമുക്കത് എടുക്കാം. കാരണം കുക്കർ വീണ്ടും നമുക്ക് അടുപ്പിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. കുക്കറിൽ ആവിയെല്ലാം പോയി കുക്കറിലെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. പരിപ്പും കാര്യങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാണ് കുക്കറിൽ ഇട്ടിരുന്നത്. ഇതിലേക്ക് നമുക്ക് ആ വെണ്ടയ്ക്ക മുരിങ്ങാക്കോൽ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല രീതിയിൽ ഇളക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും നമ്മുടെ പുളിയൊക്കെ പാകമാണോ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരേക്കും, അതായത് വിസിൽ അടിക്കരുത്, വിസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്കതുവരെ ചൂടാക്കിയെടുക്കാം. ആ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും കൂടെ വേവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേറെ വിസിൽ അടിക്കണ്ട. ആ ഒരു വിസിൽ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ എടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സാമ്പാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.